അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന ഒന്നുണ്ട്. അതായത് കുറച്ച് മുഅല്ലിം കുട്ടികൾ അല്ലെങ്കിൽ ഒരു മുഅല്ലിമീങ്ങൾ അല്ലെങ്കിൽ ഉസ്താദുമാർ ആവട്ടെ, കുറച്ച് ആൾക്കാർ കൂടി ഒരു പ്രോഗ്രാമിൽ, ഒരു കല്യാണത്തിന്റെ പരിപാടിയിൽ, സമതി എന്ന് പറയുന്ന സമദ് സഖാഫിയുടെ കല്യാണ പ്രോഗ്രാമിൽ അവർ പാടിയ പാട്ടുമായി ബന്ധപ്പെട്ട് അതിന് ട്രോളുന്നതും മറ്റുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിൽ തെറ്റ്, അതായത് അവർ പാടിയത് എങ്ങനെ പാടണം, എവിടെ പാടണം, ആര് പാടണം എന്നുള്ളതിലൊക്കെയാണ്. നമ്മളിപ്പോൾ ഈ പാടുന്ന പാട്ട് ഒരു സാധാരണക്കാരാണ് പാടിയതെങ്കിൽ ഈ പാട്ടിനെ ട്രോളുകയല്ല ചെയ്യുക, മറിച്ച് അതിനെ ആഘോഷിക്കും. അവരെല്ലാവരും അതിനെ സ്വീകരിക്കുകയും അതെല്ലാവരും പാടി നടക്കുകയും ചെയ്യും. പക്ഷെ ഇത് പാടിയത് ആരായിപ്പോയി? കുറച്ച് ഉസ്താദുമാരായിപ്പോയി. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് ട്രോളാനുള്ള വകുപ്പായി കാണുകയും ചെയ്യുന്നു. അതിനെക്കുറിച്ച് നമ്മൾക്കൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ശരിയല്ല, തെറ്റാണ്. കാരണം അങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ വരുന്ന പാട്ടുകൾ ഒരു ഉസ്താദുമാരെ ആ ഒരു വെള്ള വസ്ത്രത്തിന്റെ മഹിമ കളയുന്ന രൂപത്തിൽ പാടാൻ പാടില്ല. പക്ഷേ ഈ ഒരു പ്രോഗ്രാം കണ്ടപ്പോൾ അതിനെ ട്രോളുന്ന ഒരുപാട് പേർ, എല്ലാവരും അല്ല, പലരും ട്രോളുന്നത് ആകമാനമുള്ള ഉസ്താദുമാരെയാണ്. അതിലും ഒരുപാട് മറ്റുള്ള മതസ്ഥരുമല്ല, മറിച്ച് മുസ്ലിമീങ്ങളിൽപ്പെട്ട ആൾക്കാർ തന്നെ, ബ്ലോഗർമാര് തന്നെ പലരും ഉസ്താദുമാരെ ആകമാനം ട്രോളുകയാണ്. ഒന്നിച്ച് ആക്ഷേപിക്കുന്ന ഒന്ന്, ഉസ്താദുമാരുടെ വേഷം കെട്ടിയിട്ടും മറ്റുമൊക്കെ. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചെയ്യരുത്. അതല്ലല്ലോ അതിന്റെ മാർഗം. അവർ ചെയ്തത് ഒരു തെറ്റാണ് എങ്കിൽ നിങ്ങൾ ട്രോളുന്നവരൊക്കെ ട്രോളും. അതൊക്കെ ഈ കാലത്തിൽ അങ്ങനെ പോകുന്നതാ, പോയിക്കോട്ടെ. പക്ഷെ ആകമാനം പറയരുത്. കാരണം ഉസ്താദുമാരൊക്കെ ഇങ്ങനെയാണ് എന്ന് ഒരുപാട് പേർ കമന്റ് എഴുതുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം. മുഅല്ലിമായെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനൊരു മുഅല്ലിമാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിലേക്ക് എത്തിപ്പോവുകയാണ്. അവിടെയൊക്കെ ആക്ഷേപം ഇങ്ങനെ നീങ്ങി പോകും. കാരണം നമ്മൾ ഈ കാണുന്ന ഇട്ടാവട്ടത്ത് കാണുന്നവര് മാത്രമല്ല ഉസ്താദുമാര്, ഇവർക്ക് മുമ്പുള്ളവരുണ്ട്, അതിന് മുമ്പ് കഴിഞ്ഞു പോയ മശായഖന്മാരുണ്ട്, ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ കുറ്റപ്പെടുത്തലായി പോകും. നിങ്ങൾ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചോളൂ. അതിന് നിങ്ങൾ ട്രോള് മുഖേനയാണെങ്കിലും തെറ്റ് കാണുകയെങ്കിൽ അത് തെറ്റാണ് എന്ന് അറിയിക്കുന്ന രൂപത്തിലാക്കിക്കോളൂ. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നിങ്ങൾ കടന്നു പോകരുത്. അത് വലിയ തെറ്റാണ്. കാരണം നമ്മളൊരു തെറ്റിനെ ആഘോഷിക്കുമ്പോൾ നമ്മളും അതിനേക്കാൾ വലിയ തെറ്റുകൾ ചെയ്യുകയാണ്. അവർ ചെയ്യുന്ന തെറ്റിനെ നമ്മൾ ആഘോഷിച്ച് അതിനെ ട്രോളിയിട്ട് പരമാവധി മോശവൽക്കരിക്കുമ്പോൾ, ഒരാളെ മോശമാക്കി ചിത്രീകരിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത് അതിനേക്കാൾ വലിയ പാതകമാണ്. കാരണം അവർ അവിടെ വെച്ച് പാട്ട് പാടിയിട്ടേ ഉള്ളൂ. പാട്ടിന്റെ വരികളൊക്കെ മോശമാണ് എന്ന് കേൾക്കുന്നവർക്ക് തോന്നും. ആ രൂപത്തിലുള്ള പാട്ടുകൾ പാടിയിട്ടുണ്ട്. പക്ഷേ അതിനെ കളിയാക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ചില ആൾക്കാരെ ഹറാസ് ചെയ്യുകയും അവരെ മോശമാക്കി ചിത്രീകരിക്കുകയും അവരെ കുറ്റപ്പെടുത്തുകയുമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മറ്റൊരു മുസ്ലിം എന്നല്ല, ഏതൊരാളെയും മോശമാക്കുകയും വേണ്ടാത്തത് പറയുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് മരിക്കുന്നതിനിടയ്ക്ക് അവരോട് പൊരുത്തപ്പെടിക്കണമെന്ന, അല്ല എങ്കിൽ അവർ ചെയ്യുന്ന ഒരു അമലും തന്നെ അള്ളാഹു സ്വീകരിക്കൂല എന്നാണ്, അള്ളാഹു പൊരുത്തപ്പെട്ട് തരൂല എന്നാണ്. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അത് സൂക്ഷിക്കുക. നമുക്ക് നല്ല ചിന്തകളും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനും നല്ലത് ഷെയർ ചെയ്യാനും, ഇനി ഓരോ കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അത് നമ്മളെപ്പോൾ ഉസ്താദുമാരായാലും മറ്റുള്ളവരാണെങ്കിലും ഏതിലേക്കൊന്ന് ഇറങ്ങുമ്പോഴും രണ്ടൊന്ന് ആലോചിച്ച് മാത്രം ചെയ്യാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ.